ഗായ്സ് എവർക്കും നമസ്കാരം. ഗായ്സ് മലയാളത്തിലെ ജനപ്രിയ നായകന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഗായ്സ് ബബ്ബബ്ബ എന്ന മൂവി, മലയാളത്തിലെ മോസ്റ്റ് അവൈറ്റിംഗ് മൂവിയായ ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന മൂവിയുടെ ഇപ്പോൾ തന്നെ എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലും ഹാപ്പി ബർത്ത്ഡേ ദിലീപേട്ട. അങ്ങനെ ഗ്ലിംസ് കാണാൻ പോവുകയാണ്. എനിവേ എത്രത്തോളം വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്താണ് നമുക്ക് കണ്ടന്റ് അറിയണം. എനിവേ നമുക്ക് നോക്കിയാലോ ഗൈസ്, സ്റ്റാർട്ട് ചെയ്താലോ. എനിവേ തമ്പനിൽ റിയലി ഗുഡ്. അപ്പോൾ ഗൈസ് എന്താണ് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നാ ഗൈസ്. ക്യാപ്ഷൻസ് ഒക്കെ അങ്ങനത്തെ കൊടുത്തിരിക്കുന്ന തമ്പനിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗൂഗിൾ മൂവീസ് ഹാപ്പി ബർത്ത്ഡേ ജനപ്രിയനായ ദിലീപ്. ഗൈസ് എന്തോ ഒരു എനർജിയാ പുള്ളിക്ക്. മോനെ ആ ഡയലോഗ് ഗൈസ് ഇജ്ജാതി ലുക്ക് ഫ്രണ്ടേ പോലെ മൂടിട്ടാ മോനെ. ഗൈസ് നമ്മൾ കാത്തിരുന്നത് ഇതിൽ കിട്ടി. ഇതെന്താണ് ഇത് ഗൈസ്? ആ ഡയലോഗ് ഒന്നുകൂടി കേൾക്കട്ടെ. ഒരു മിനിറ്റ് തുടങ്ങാലോ. പൊളിച്ചു തിയേറ്റർ കത്തിക്കും. ഡിസംബർ 18-ാം തീയതി തിയേറ്റർ കത്തും. അത് 100% ഉറപ്പാണ്. കാരണം ഒന്ന് സിനിമ മാത്രം കണ്ട് മീൻസ് ആസ്വദിക്കുന്ന സിനിമ പ്രേമികളും ദിലീപേട്ടൻ്റെ ഫാൻസും അതുപോലെ തന്നെ വിജയുടെ ഗില്ലി റെഫറൻസ് എന്ന ടൈപ്പ് ആ ഒരു ഇത് വന്ന കാരണം വിജയ് ഫാൻസും ഏറ്റെടുത്തിട്ടുണ്ട്, വിജയണ്ണൻ്റെ ഫാൻസും ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി ലാലേട്ടൻ ഉണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ലാലേട്ടനും ഫാൻസും ഇത് ഈ മൂവിക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ 3 ഫാൻസുകാരൻ്റെ ഷോ തന്നെയായിരിക്കും ബബ്ബബ്ബ എന്ന് വെച്ചാൽ ഭയം ഭക്തി ബഹുമാനം. കാത്തിരിക്കുകയാണ് ഗൈസ് ഡിസംബർ 18-ാം തീയതി. എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് പോസിറ്റീവ്, എന്തായാലും ഇത് പടത്തിന് ഫുൾ പോസിറ്റീവ് റെസ്പോൺസ് വീണ് കഴിഞ്ഞാൽ ഗൈസ് അടുത്ത മലയാള ഇൻഡസ്ട്രിയിലത്തെ ഈ വർഷത്തെ 2025 ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എനിവേ അതിനെല്ലാതും ഒരു 100 കോടിക്ക് മേലെ പോകാനുള്ള കളക്ഷൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അത്രത്തോളം ഫാൻ ബേസ് എന്താ പറയുക കാണാൻ വെയിറ്റിംഗ് ആണ് ആളുകൾ. അപ്പോൾ എന്തായാലും ഇത് 100 കോടി അടിക്കാൻ പോസിറ്റീവ് റെസ്പോൺസ് വന്നാലും 100-200 കോടിയൊക്കെ എന്തായാലും അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടെ ലാലേട്ടനും കട്ട സപ്പോർട്ടിനായിട്ടുണ്ട്. എനിവേ ഏട്ടനും അനിയനും 14-15 വർഷത്തിന് ശേഷം ഒന്നിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ അടുത്ത ട്രെയിലറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിവേ സംഭവം കത്തി, ഒന്നും പറയാനില്ല. ദിലീപേട്ടൻ പിറന്നാളിന് കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷത്തെ ഡിസംബർ 18 നമ്മളെ തൂക്കാൻ പോവുകയാണ് ഗൈസ്. ദിലീപേട്ടൻ്റെ ഫാൻസിൻ്റെ ഒപ്പം ഞാനെന്തായാലും ഫസ്റ്റ് ഡേ ഫാൻസ് ഷോ എന്തായാലും നമ്മൾ കാണിക്കും. കാരണം പുള്ളിയുടെ തിരിച്ചറിവ് പറഞ്ഞാൽ പ്രിൻസ് ഫാമിലി ഓൾറെഡി പുള്ളി വന്നു കഴിഞ്ഞു. പക്ഷെ ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് ബബ്ബബ്ബ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ ട്രെയിലറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എനിവേ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ പുതിയൊരു എപ്പിസോഡിൽ അടുത്ത് കാണാം. അഭിജിത്ത് സാനി ഔട്ട്. இந்த வாட்டி மிஸ்ஸே ஆகாது. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ.